വിദേശത്തു നിന്നും സ്വന്തം നാട്ടിലേക്കുള്ള ഓരോ മടക്കയാത്രയും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷമാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് വിദേശത്തു നിന്ന് എത്തുന്ന ഓരോ യാത്രക്കാരനും വിമാനമിറങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് കസ്റ്റംസ് പരിശോധനയെക്കുറിച്ചാണ്. തൻ്റെ ബാഗിലുള്ള സാധനങ്ങൾക്ക് നികുതി നൽകേണ്ടി വരുമോ, ഏതൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാം, സ്വർണത്തിൻ്റെ പരിധി എത്രയാണ് എന്നിങ്ങനെ നൂറുകൂട്ടം സംശയങ്ങൾ പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇടയിലുണ്ട്. ഇന്ത്യയിലെ കസ്റ്റംസ് നിയമങ്ങൾ ലളിതമാണെങ്കിലും അവയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലാത്തത് പലപ്പോഴും യാത്രക്കാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കാറുണ്ട്. ഒപ്പം തന്നെ നിയമപരമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരുന്ന സാഹചര്യവും ഇന്ന് സാധാരണമാണ്. 2026 നിലവിൽ വന്ന ബാഗേജ് നിയമങ്ങൾ പ്രകാരം യാത്രക്കാരുടെ സൗകര്യാർത്ഥം നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാരത സർക്കാരിൻ്റെ കസ്റ്റംസ് വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ നിയമങ്ങൾ കേവലം നിയന്ത്രണങ്ങൾ മാത്രമല്ല, മറിച്ച് വിദേശത്ത് നിന്ന് വരുന്നവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാനുള്ള വഴി കൂടിയാണ്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആർക്കെല്ലാമാണ് ഈ നിയമങ്ങൾ ബാധകമാകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഇന്ത്യക്കാർക്കും വിദേശ വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ഈ നിയമങ്ങൾ ബാധകമാണ്. ഇവിടെ വിനോദസഞ്ചാരി എന്ന വാക്കിന് കസ്റ്റംസ് നിയമങ്ങളിൽ കൃത്യമായ നിർവചനമുണ്ട്. സാധാരണയായി ഇന്ത്യയിൽ സ്ഥിരതാമസമില്ലാത്ത, എന്നാൽ വിനോദസഞ്ചാരത്തിനോ ബിസിനസ് ആവശ്യങ്ങൾക്കോ വേണ്ടി 12 മാസത്തിൽ താഴെ മാത്രം കാലയളവിൽ ഇന്ത്യയിൽ തങ്ങാൻ വരുന്ന വ്യക്തിയെയാണ് വിനോദസഞ്ചാരിയായി കണക്കാക്കുന്നത്. ഇവർ കൊണ്ടുവരുന്ന സാധനങ്ങളും 1 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങുന്ന പ്രവാസികൾ കൊണ്ടുവരുന്ന സാധനങ്ങളും തമ്മിൽ കസ്റ്റംസ് ആനുകൂല്യങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒരു യാത്രക്കാരൻ കൈവശം വയ്ക്കുന്ന സാധനങ്ങളെ പൂർണ്ണമായും വ്യക്തിഗത വസ്തുക്കൾ എന്നും സമ്മാനങ്ങൾ അല്ലെങ്കിൽ പുതിയ സാധനങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. യാത്രക്കാരൻ്റെ നിത്യജീവിതത്തിന് ആവശ്യമായ വസ്ത്രങ്ങൾ, ടോയ്ലറ്ററീസ്, ഷൂസുകൾ തുടങ്ങി ഉപയോഗിച്ച സാധനങ്ങളെയാണ് വ്യക്തിഗത വസ്തുക്കളായി കണക്കാക്കുന്നത്. ഇത്തരം സാധനങ്ങൾക്ക് അളവിൽ വലിയ നിയന്ത്രണങ്ങളില്ലാത്തിടത്തോളം കാലം കസ്റ്റംസ് തീരുവ നൽകേണ്ടതില്ല. എന്നാൽ ഇവ വാണിജ്യ ആവശ്യങ്ങൾക്കായി കൊണ്ടുവരുന്നതാകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, ഒരു യാത്രക്കാരൻ 5 or 6 പുതിയ ഷർട്ടുകൾ കൊണ്ടുവന്നാൽ അത് വ്യക്തിഗത ആവശ്യമായി കണക്കാക്കാം. എന്നാൽ വിൽക്കാനായി 100 കണക്കിന് വസ്ത്രങ്ങൾ കൊണ്ടുവന്നാൽ അത് കസ്റ്റംസ് പരിശോധനയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. വിദേശത്തു നിന്ന് വരുന്ന പ്രവാസികൾക്കും ഇന്ത്യൻ താമസക്കാർക്കും നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണ് ഡ്യൂട്ടി ഫ്രീ അലവൻസ്. നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ തുടങ്ങിയ അയൽരാജ്യങ്ങൾ ഒഴികെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ഏകദേശം 75,000 രൂപ വരെ വിലയുള്ള സാധനങ്ങൾ യാതൊരുവിധ നികുതിയും നൽകാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. ഇത് ഓരോ വ്യക്തികൾക്കുമുള്ള പ്രത്യേക പരിധിയാണ്. അതായത് ഒരു കുടുംബത്തിലെ 4 പേർ ഒരുമിച്ച് വരികയാണെങ്കിൽ ഓരോരുത്തർക്കും ഈ 75,000 രൂപയുടെ ആനുകൂല്യം ലഭിക്കും. വിദേശ വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ ഈ പരിധി 15,000 രൂപയാണ്. അവർ കൊണ്ടുവരുന്ന സുവനീറുകൾക്കും സമ്മാനങ്ങൾക്കും ഈ തുക വരെയുള്ള ഇളവ് ലഭിക്കും. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ തുകയുടെ പരിധിയിൽ മദ്യം, സിഗരറ്റ്, ലാപ്ടോപ്പ്, സ്വർണം തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നു എന്നതാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സംശയം ഉയരുന്നത് സ്വർണം കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ്. വിദേശത്ത് 1 വർഷത്തിൽ കൂടുതൽ താമസിച്ച ഇന്ത്യക്കാർക്ക് മാത്രമേ സ്വർണം കൊണ്ടുവരുന്നതിലുള്ള പ്രത്യേക ഇളവുകൾക്ക് അർഹതയുള്ളൂ. സ്ത്രീകൾക്ക് 40 ഗ്രാം വരെ സ്വർണ്ണാഭരണം നികുതിയില്ലാതെ കൊണ്ടുവരാം. പുരുഷന്മാർക്ക് ഇത് 20 ഗ്രാം വരെയാണ്. ഇവിടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രമാണ് ഈ ഇളവ് ലഭിക്കുക എന്നത് പ്രത്യേകം ഓർക്കണം. സ്വർണ്ണ ബിസ്ക്കറ്റുകളോ കട്ടികളോ നാണയങ്ങളോ ഈ പരിധിയിൽപ്പെടുത്തി നികുതിയില്ലാതെ കൊണ്ടുവരാൻ സാധിക്കില്ല. സ്വർണത്തിന് പുറമെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ കാര്യത്തിലും കർശനമായ നിയമങ്ങളുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു യാത്രക്കാരനും ഒരു ലാപ്ടോപ്പ് നികുതിയില്ലാതെ സ്വന്തം ആവശ്യത്തിനായി കൊണ്ടുവരാവുന്നതാണ്. എന്നാൽ ടെലിവിഷനുകളുടെ കാര്യത്തിൽ നിയമം വളരെ കടുപ്പമേറിയതാണ്. LCD, LED അല്ലെങ്കിൽ പ്ലാസ്മ TVകൾ കൊണ്ടുവരുമ്പോൾ അവയുടെ വലിപ്പമോ വിലയോ നോക്കാതെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി നൽകേണ്ടി വരും. TVകൾ ഡ്യൂട്ടി ഫ്രീ അലവൻസിനുള്ളിൽ ഉൾപ്പെടില്ല എന്നത് പല യാത്രക്കാരും നേരിടുന്ന വലിയൊരു അബദ്ധമാണ്. മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കാര്യത്തിലും പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാൾക്ക് പരമാവധി 2 ലിറ്റർ മദ്യം മാത്രമേ നികുതിയില്ലാതെ കൈവശം വെക്കാൻ അനുവാദമുള്ളൂ. അതുപോലെ 100 സിഗരറ്റുകൾ അല്ലെങ്കിൽ 25 ചുരുട്ടുകൾ വരെ മാത്രമേ ഡ്യൂട്ടി ഫ്രീ ആയി കൊണ്ടുവരാൻ കഴിയൂ. ഈ പരിധിക്ക് മുകളിൽ വരുന്ന ഓരോ തുള്ളി മദ്യത്തിനും വലിയ തുക നികുതിയായി നൽകേണ്ടി വരും. ചില യാത്രക്കാർ വില കൂടിയ പെർഫ്യൂമുകൾ, ചോക്ലേറ്റുകൾ എന്നിവ വലിയ അളവിൽ കൊണ്ടുവരാറുണ്ട്. ഇവയെല്ലാം 75,000 രൂപയുടെ പൊതുപരിധിക്കുള്ളിൽ നിൽക്കുന്നവയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിശ്ചയിക്കപ്പെട്ട പരിധിയിൽ കൂടുതൽ മൂല്യമുള്ള സാധനങ്ങൾ കൈവശമുണ്ടെങ്കിൽ അധികമുള്ള തുകയ്ക്ക് 38.5% എന്ന ഉയർന്ന നിരക്കിൽ നികുതി നൽകേണ്ടി വരും. ഇതിൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും അതുപോലെ വിദ്യാഭ്യാസ സെസ്സും ഉൾപ്പെടുന്നു. വിമാനത്താവളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ യാത്രക്കാർ നേരിടുന്ന മറ്റൊരു പ്രധാന ഘട്ടമാണ് ഗ്രീൻ ചാനൽ, റെഡ് ചാനൽ തെരഞ്ഞെടുപ്പ്. നികുതി നൽകേണ്ടുന്ന സാധനങ്ങൾ ഒന്നുമില്ലാത്ത യാത്രക്കാർക്ക് ഗ്രീൻ ചാനൽ വഴി വേഗത്തിൽ പുറത്തേക്ക് പോകാം.
എന്നാൽ സ്വർണം, വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അനുവദനീയമായതിൽ കൂടുതൽ വിദേശ നാണ്യം അല്ലെങ്കിൽ നികുതി നൽകേണ്ടി വരുന്ന മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൈവശമുണ്ടെങ്കിൽ നിർബന്ധമായും റെഡ് ചാനൽ വഴി പോയി കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് അത് വെളിപ്പെടുത്തേണ്ടതാണ്. സത്യസന്ധമായി സാധനങ്ങൾ വെളിപ്പെടുത്തുന്നത് പരിശോധനാ വേളയിലെ സങ്കീർണതകൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും. കയ്യിലുള്ള സാധനങ്ങൾ മറച്ചുവെച്ച് ഗ്രീൻ ചാനലിലൂടെ പോകാൻ ശ്രമിക്കുന്നത് സ്മഗ്ലിംഗ് ആയി കണക്കാക്കപ്പെടുകയും കടുത്ത നിയമ നടപടികൾക്കും സാധനങ്ങൾ കണ്ടുകെട്ടുന്നതിനും കാരണമാവുകയും ചെയ്യും. ഹാൻഡ് ബാഗേജ് അഥവാ ക്യാബിൻ ബാഗിന്റെ കാര്യത്തിലും ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. വിമാന കമ്പനികൾ സാധാരണയായി 7 കിലോഗ്രാം ഭാരമുള്ള ഒരു ബാഗാണ് ഹാൻഡ് ബാഗേജായി അനുവദിക്കുന്നത്. ഇതിനു പുറമെ ലാപ്ടോപ്പ് ബാഗോ അല്ലെങ്കിൽ ചെറിയ ബാഗേജോ പരമാവധി 3 കിലോ വരെ ഭാരമുള്ളവ കൊണ്ടുപോകാൻ ചില വിമാന കമ്പനികൾ അനുവാദം നൽകുന്നുണ്ട്. പവർ ബാങ്കുകൾ, ലിഥിയം ബാറ്ററികൾ തുടങ്ങിയവ യാതൊരു കാരണവശാലും ചെക്ക് ഇൻ ബാഗേജുകളിൽ വെക്കാൻ പാടുള്ളതല്ല. അവ ഹാൻഡ് ബാഗിൽ തന്നെ സൂക്ഷിക്കണം. ചെക്ക് ഇൻ ബാഗേജിൽ ഭാരപരിധി ഓരോ വിമാന കമ്പനിയും ടിക്കറ്റും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനാൽ യാത്രയ്ക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ടിക്കറ്റിലെ ബാഗേജ് പോളിസി പരിശോധിക്കുന്നത് അധിക തുക നൽകേണ്ടി വരുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ഈ നിയമങ്ങൾ കേൾക്കുമ്പോൾ സങ്കീർണമായി തോന്നാമെങ്കിലും കൃത്യമായ പ്ലാനിങ്ങിലൂടെ യാതൊരു പ്രയാസവുമില്ലാതെ യാത്ര പൂർത്തിയാക്കാം. വില കൂടിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവയുടെ ബില്ലുകൾ സൂക്ഷിച്ചു വെക്കുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സാധനങ്ങളുടെ കൃത്യമായ മൂല്യം മനസ്സിലാക്കാൻ സഹായകരമാകും. അനാവശ്യമായ ഭയത്തിന് പകരം നിയമത്തെക്കുറിച്ചുള്ള അറിവാണ് ഒരു മികച്ച യാത്രക്കാരന് വേണ്ട ആയുധം. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഈ നിയമങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന ബോധ്യം ഓരോ പൗരനും ഉണ്ടാകണം. നികുതി അടയ്ക്കേണ്ട സാധനങ്ങൾ നിയമവിധേയമായി വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. യാത്രകളെന്നും സന്തോഷകരമായിരിക്കണം. നാട്ടിലെത്തുന്ന നിമിഷം മുതൽ പ്രിയപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കേണ്ട സമയം വിമാനത്താവളത്തിനുള്ളിലെ നൂലാമാലകളിൽ കുടുങ്ങി നഷ്ടപ്പെടുത്താതിരിക്കാൻ ഈ നിയമങ്ങൾ പാലിക്കുന്നത് ഉപകരിക്കും. നിങ്ങൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണെങ്കിൽ ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ നിയമങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുക. ശരിയായ അറിവോടെയുള്ള യാത്രകൾ എന്നും ആത്മവിശ്വാസം നൽകും. സുരക്ഷിതവും നിയമവിധേയവുമായ ഒരു യാത്ര നിങ്ങൾക്ക് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.